നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ഇടുക്കി അടിമാലി കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. 4 ഏക്കറോളം കൃഷി നശിപ്പിച്ച ഒറ്റക്കൊമ്പൻ. മൂന്നാറിലെ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി. സെവൻമല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷനിൽ ഇറങ്ങിയത് കാട്ടുകൊമ്പൻ. അതിരപ്പിള്ളിയിൽ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പൻ അവശനിലയിൽ. കോടനാട്ടു നിന്ന് മെഡിക്കൽ സംഘമെത്തി. വന്യമൃഗാക്രമണം ചർച്ച ചെയ്യാൻ നാളെ ഉന്നതതല യോഗം. ഇടുക്കി നെടുങ്കണ്ടത്ത് തേനീച്ച കുത്തേറ്റ് സ്ത്രീ മരിച്ചു. മരിച്ചത് 50 ഏക്കർ സ്വദേശി തുളസി. തേനീച്ചക്കൂട്ടം ആക്രമിച്ചത് വീടിന് മുന്നിലിരിക്കവേ. വയനാട് മീനങ്ങാടിയിൽ കടുവ കൂട്ടിലായി. കടുവ കുടുങ്ങിയത് പാമ്പും കൊല്ലി കാവുങ്ങലിൽ സ്ഥാപിച്ച കൂട്ടിൽ. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം. 10 അംഗ സംഘം അന്വേഷിക്കും. മുഖ്യപ്രതി നിധീഷിനെ കോടതിയിൽ ഹാജരാക്കി. കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനാകാതെ പോലീസ്. വിശദമായി കടക്കുകയാണ്. എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പന് ചികിത്സ ഉറപ്പാക്കാൻ മെഡിക്കൽ സംഘം അതിരപ്പള്ളിയിൽ. ഇന്ന് രാവിലെ പുഴയിൽ നിന്നും കയറി വന്ന ആന പ്ലാന്റേഷൻ തോട്ടത്തിൽ അവശനിലയിൽ കിടക്കുന്നത് നാട്ടുകാരാണ് കണ്ടെത്തിയത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനാണ് അവശനിലയിലുള്ളത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇപ്പോൾ മെഡിക്കൽ സംഘം അവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. പരിശോധനകൾ ആരംഭിച്ചോ? എന്താണ് പ്രാഥമികമായുള്ളൊരു നിഗമനം? അത് വരുന്നുണ്ടോ? ആര്യ, കോടനാട് നിന്നുള്ള ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ പ്ലാന്റേഷന് ഉള്ളിലേക്ക് എത്തിയത്. ഈ ആന ഈ ആളുകളെ കണ്ടപ്പോൾ പയ്യെ കാട്ടിലേക്ക് കയറുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള പ്രദേശത്തുള്ള ആളുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ ആന വയ്യാതെ അവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി ആളുകൾ അവിടെ തരിച്ചു കൂടിയിരുന്നു. അവരെല്ലാം മാറ്റിയ ശേഷം ഈ ഫോറസ്റ്റ് സംഘവും ഒപ്പം തന്നെ ഈ ഡോക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് ഈ ആനയെ സമീപ പ്രദേശത്തുള്ള ഈ പുഴയുടെ അരികിലേക്ക് കൊണ്ടുവരാൻ, അതായത് റോഡ് മുറിച്ച് കടത്തി ഈ പുഴയുടെ അരികിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ആനയെ ഒരു വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാട്ടുകൊമ്പനായതിനാൽ ഇതിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയെ ഈ പുഴയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നൊരു നിരീക്ഷണമാണ് ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. ഇതിനു മുൻപും ഈ കാട്ടാനകളെ അവശനിലയിൽ കണ്ടെത്തിയാൽ പരിശോധനയ്ക്കായി എത്തുന്ന ഡോക്ടർമാരുമായി വിശദമായിട്ടൊരു ഫോണിൽ വിളിച്ച് അവരുമായിട്ട് ഇങ്ങനെയുള്ള ആനകളെ കണ്ടെത്തിയാൽ ഏത് രീതിയിലാണ് ചികിത്സിക്കേണ്ടത് എന്നുള്ളൊരു. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മെഡിക്കൽ സംഘം ആനയെ പരിശോധിക്കാനായി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പരിശോധന പുരോഗമിക്കുകയാണ്. ഇടുക്കി അടിമാലി കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒറ്റക്കൊമ്പനാണ് 4 ഏക്കറോളം കൃഷി നശിപ്പിച്ചത്. കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമാണ് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. അതിനിടെ മൂന്നാറിലെ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി. മൂന്നാർ സെവൻമല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷനിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകും കൂടുതലായി. പ്രിൻസ്, അറുതിയില്ലാതെ ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്കുള്ള കാട്ടാനകളുടെ ഇറക്കം അത് തുടരുന്നു. ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. ഭീതി ഒഴിയുന്നില്ല ഇടുക്കി മേഖലയിൽ പലയിടത്തും, മൂന്നാർ മേഖലയിലുമൊക്കെ. എങ്ങനെയാണ് വിശദാംശങ്ങൾ? പ്രിൻസ്, കേൾക്കുന്നുണ്ടോ? ആര്യ, തീർച്ചയായും ഇടുക്കിയുടെ മിക്ക മേഖലകളിലും തോട്ടം മേഖലയിൽ മിക്ക ദിവസങ്ങളിലും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും
തോട്ടം മേഖലയിലെ മൂന്നാറിനോട് ചേർന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പന്നിയാർ എസ്റ്റേറ്റിൽ ചക്കക്കൊമ്പൻ റേഷൻ കാർഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ സെവൻമല എസ്റ്റേറ്റിൽ കട്ടക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. ആ കട്ടക്കൊമ്പൻ എത്തിയത് കൊമ്പൻ വലിയ ആക്രമണം നടത്തിയില്ലെങ്കിലും ഇത് ജനവാസ മേഖല, പ്രത്യേകിച്ചും ലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്ക് പാഞ്ഞെത്തിയത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. പുലർച്ചെയായിരുന്നു, രാവിലെയായിരുന്നു, ഏകദേശം 8 മണിയോടടുത്ത സമയത്താണ് ആന എത്തിയത്. തോട്ടം തൊഴിലാളികൾ എസ്റ്റേറ്റിലേക്ക് ജോലിക്കായി പോകുന്ന സമയം, ഒപ്പം വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ഈ സമയത്താണ് ആനയുടെ വരവ്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആനയെ ഇവിടുന്ന് തുരുത്തുകയായിരുന്നു. വനംവകുപ്പിന്റെ സഹായം സമയത്ത് ഇവിടെ ലഭിച്ചില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ ഒരു ആശങ്കയിലാണ് പ്രദേശവാസികൾ. എല്ലാ ദിവസവും തന്നെ തോട്ടം മേഖലകളിൽ എവിടെയെങ്കിലും കാട്ടാന എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പടയപ്പെട്ട ഒരു ആക്രമണങ്ങൾ മിക്ക ദിവസങ്ങളിലും ഉണ്ടാകുന്നു. ഒപ്പം ചക്കക്കൊമ്പൻ മിക്ക ദിവസങ്ങളിലും പന്നിയാർ, ചിന്നക്കനാൽ എസ്റ്റേറ്റ് മേഖലകളിൽ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങുന്നു. അതോടൊപ്പം കാട്ടാന കൂട്ടങ്ങളും ഇവിടെ സ്ഥിരമായി ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞുകൂടുന്നത്. വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് അടിവാരി കാഞ്ഞിരവേലിയിലും കാട്ടാന ആക്രമണം ഉണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ എത്തിയ ഒറ്റക്കൊമ്പൻ എന്ന ആന പുലർച്ചെ വരെ ഇവിടെ കൃഷിയിടങ്ങളിൽ തുറന്ന സാഹചര്യം ഉണ്ടായി. ഏകദേശം 4 ഏക്കറോളം വരുന്ന ഭൂമി, 2 കർഷകരുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയിലെ കൃഷിദേഹങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഇന്ദിര മരണപ്പെട്ട ഒരു മേഖലയിലാണ് ഇന്നും കഴിഞ്ഞ രാത്രിയിലും ആക്രമണം ഉണ്ടായത്. എന്നാൽ സ്പെഷ്യൽ RRT ടീമിനെ ഇവിടെ നിരീക്ഷണത്തിനായി നിയോഗിക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ സഹായം ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ആര്യ. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി നെടുങ്കണ്ടത്ത് തേനീച്ച കുത്തേറ്റ് വയോധിക മരിച്ചു. 50 ഏക്കർ പനച്ചിമുക്കത്തിൽ MN തുളസിയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. വീടിന് സമീപം ഉണ്ടായിരുന്ന തേനീച്ചക്കൂട് പരുന്തുകൊത്തി താഴെയിടുകയായിരുന്നു. വീട്ടിലെ സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്നു തുളസിയെ തേനീച്ചക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന കൊച്ചുമക്കൾക്കും കുത്തേറ്റു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തുളസിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വന്യജീവി ആക്രമണത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതാധികാര സമിതി യോഗം നാളെ ചേരും. പ്രതിരോധ നടപടികൾ യോഗം ചർച്ച ചെയ്യും. വനമന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത്. അക്രമസംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതാണ്. വയനാട് മീനങ്ങാടിയിൽ ഭീതി പടർത്തിയ കടുവ ഒടുവിൽ കൂട്ടിലായി. ഇന്നലെ രാത്രി 9:30യോടെയാണ് പാമ്പും കൊല്ലി കൌങ്ങൽ കുര്യന്റെ വീടിന് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം മൈലമ്പാടി, അപ്പാട് പ്രദേശങ്ങളിൽ നിന്നും 3 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. ഇതോടെ മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. പിടിയിലായ കടുവയെ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കടുവയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും വ്യക്തമാവുകയുള്ളൂവെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാൽ പന്നിയാർ സ്വദേശി പരിമളം കാട്ടാന ആക്രമണത്തിൽ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമായിട്ടില്ല. 10 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിലും ആകെ ലഭിച്ചത് 50,000 രൂപ മാത്രമാണ്. സഹായധന വിതരണത്തിലടക്കം സർക്കാർ നിസ്സംഗത പുലർത്തുന്നതായാണ് ആക്ഷേപം. കഴിഞ്ഞ 2 മാസത്തിനിടെ 5 ജീവനുകളാണ് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 8-നാണ് തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഞങ്ങൾ രണ്ടുപേർ വണ്ടി രാവിലെ ജോലിക്ക് പോയതാ. ജോലിക്ക് പോകുമ്പോൾ ജോലിച്ച് നോക്കി പോകണോ, ആന അങ്ങോട്ട് ഇപ്പോണ്ട് ജോലിച്ച് നോക്കി പോകണം. എന്നിട്ട് അങ്ങോട്ട് പോയതാ. 8:15 ഒരേ ആന ഒരേ കൂവിച്ചതാ. കൂവിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി വന്ന പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ അവിടം വരെ എത്തി പോകുമ്പോഴാണ് അവർ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് വരുന്നത്. എടുത്ത് വണ്ടി കയറ്റി കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ട് രാജന്മാരി കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെ വെട്ട് അടുത്ത് പോകുമ്പോൾ അങ്ങനെ അവസാനിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തെ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധമുയർന്നു. ഇതോടെ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര സഹായമായി 50,000 രൂപയും വീട്ടിലെത്തിച്ചു നൽകി.
എന്നാൽ തുടർ നടപടികളുണ്ടായില്ല. പൈസ ഒന്നും കിട്ടിയിട്ടില്ല സാറേ, 50,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു കിട്ടിയ ടീച്ചറിലെ പൈസ ഇട്ടിരിക്ക് അക്കൗണ്ടിലെ പൈസ ഗവൺമെന്റ് ആക്കി പിന്നെ നിങ്ങൾ അക്കൗണ്ട് കയറും പുള്ളി പറയുന്നത് അങ്ങനെയാണ്. നിമാർ ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, മോൾക്ക് ജോലിക്കൊന്നും പറഞ്ഞിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കമ്പനിയുടെ ഭാഗം അന്ന് നമുക്ക് കമ്പനി തീർത്താൽ തന്നെ ജോലി പുള്ളി മോൾക്ക് ജോലി വരും. മകന് വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതിനായുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾക്ക് പഠനശേഷം ജോലി നൽകാമെന്ന് കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഞാൻ മലേഷ്യയിലെ ജോലിയാണ് എൻ്റെ ജോലി, വണ്ടി ഓടിക്കാണ് ജോലി. ഞാൻ അവിടെ പണിപുരിഞ്ഞിട്ട് അമ്മ മരിച്ചുപോയി, എനിക്കറിയത്തില്ല. രാവിലെ ഒരു 11 o'clock അപ്പുറത്തെല്ലാം എനിക്കറിയാം. പൈസ ഒന്നുമില്ല, വിസ കിട്ടിയാൻ പാടില്ല. വിസ കിട്ടിയാണെങ്കിൽ 20 നാൾക്ക് 25 നാൾക്ക് പിടിക്കും. അമ്മ നോക്കിയാൻ പാടില്ല. ഇവിടെ ഫാസ്റ്റിലെ വേല കിട്ടിയെന്ന് പറഞ്ഞത് പിന്നെ ഒരു ആൻസറും ചെയ്തിട്ടില്ല. എസ്റ്റേറ്റ് ലയത്തിലെ ഇടുങ്ങിയ സാഹചര്യങ്ങളിലാണ് പ്രായമായ അമ്മയും മക്കളും ഉൾപ്പെടെ 4 പേർ കഴിയുന്നത്. സ്വന്തമായി ഇവർക്ക് ഭൂമിയില്ല. മോഹനന്റെ ഏക വരുമാനത്തിലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും ഈ കുടുംബത്തിന്റെ കൈകളിലേക്ക് എത്തുന്നില്ലെന്നതാണ് ഉയരുന്ന ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. 10 അംഗ സംഘത്തിനാണ് രൂപം നൽകിയത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് കേസിലെ മുഖ്യപ്രതി നിധീഷിനെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. കസ്റ്റഡി നീട്ടിക്കിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 2016 നവജാത ശിശുവിനെയും 8 മാസങ്ങൾക്ക് മുമ്പ് വിജയനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന പ്രതി നിധീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കക്കാട് കടയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം കട്ടപ്പന സാഗർ ജംഗ്ഷനിലുള്ള വീട്ടിലെ തൊഴുത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹത്തിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. SP-യുടെ നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. വ്യക്തമായൊരു ഓരോ ദിവസം ഓരോ മൊഴി മാറ്റി പറയുന്നുണ്ടല്ലോ, പ്രതി ഇങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ഒരു വ്യക്തത നമുക്ക് വരുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൊടുവള്ളിയിൽ 3.25 കിലോയോളം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. ജയ്പാൽഗുരി ജില്ലയിലെ സഹജൻ അലിയെയാണ് താമരശ്ശേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുവള്ളി കുറുങ്ങോട് കടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് സഹജൻ അലിയെ പിടികൂടിയത്. ബാഗിൽ സൂക്ഷിച്ച 3 കിലോ 200 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. ഇടുക്കി ചിന്നക്കലാൽ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പ് പഞ്ചായത്തിന് 2 ഏക്കർ ഭൂമി വിട്ടു നൽകി. വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാനായി ഭൂമിക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കും. 6 മാസത്തിനുള്ളിൽ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ആനകൾ ഭക്ഷിക്കുന്നത് മുൻപ് വൻ വിവാദമാവുകയും വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിരുന്നു. നിരവധി കാരണങ്ങൾ പറഞ്ഞ് ആന വരുന്ന സ്ഥലമാണ്, പല പല കാരണങ്ങൾ പറഞ്ഞ് ജനവാസ മേഖലയാണ് എന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ മാലിന്യം നീക്കം ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമായിട്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി നമുക്ക് അളന്നു തന്നിട്ടുണ്ട്. 2 ഏക്കർ ഭൂമിയാണ് നമുക്കിവിടെ അളന്നു തന്നിരിക്കുന്നത്. ഇവിടെ പണ്ടത്തെ പോലെ എല്ലാവരും ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് കൂട്ടിയിട്ട് അതിന് തീ കൊടുക്കുന്നൊരു സ്വഭാവമല്ല നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇത് ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ തിരിച്ച് മൂന്നാറിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ജൈവമാലിന്യങ്ങൾ തരംതിരിച്ച് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള രീതിക്ക് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കിതൊന്ന് അളന്ന് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ മറ്റു മൃഗങ്ങളൊന്നും കയറാതെ ഇതിനൊരു സോളാർ ഫെൻസിങ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അതിൻ്റെ പണി ഇവിടെ തുടങ്ങും. അത് കഴിഞ്ഞ് ഞങ്ങൾ ശുചിത്വ മിഷനുമായിട്ട് ഫണ്ടുകൾ വെച്ച് ഇതിനകത്ത് കൃത്യമായിട്ട് മാലിന്യ പ്ലാന്റ് പണിയാണ് ഇപ്പോൾ തീരുമാനം. കൊല്ലം കൊട്ടാരക്കര ടൗണിന് സമാന്തരമായി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി. മുട്ടമ്പലം മൈലം വില്ലേജ് ഓഫീസിന് സമീപത്ത് നിന്നും ആരംഭിച്ച് ലോവർ കരിക്കകത്ത് എത്തുന്നതിനിടയിൽ 2.78 കിലോമീറ്റർ 4 വരിപ്പാതയാണ് നിർമ്മിക്കുന്നത്. ഇതിനായി 25 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഭൂമി അടയാളപ്പെടുത്തി കല്ലിടുന്ന നടപടികളാണ് ആരംഭിച്ചത്. കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതിക്കായി കേരള റോഡ് ഫണ്ട് ബോർഡാണ് നടപടികൾക്ക് തുടക്കമിട്ടത്. 23 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിനായി 110 കോടി രൂപയാണ് വകയിരുത്തിയത്.
ബൈപ്പാസിനായി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആകാശപാതയും പുലമൺ തോടിന് കുറുകെ 2 ചെറുപാലങ്ങളും നിർമ്മിക്കാനാണ് ലക്ഷ്യം. പ്രാഥമിക നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിർമ്മാണം വേഗത്തിൽ തുടങ്ങുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കല്ലിടിയിൽ പൂർത്തിയായാലുടൻ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ റവന്യൂ വകുപ്പിന് കൈമാറും. ടൗണിൽ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന മേൽപ്പാലത്തിന് പകരമാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊട്ടാരക്കര. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന് പുറത്തുവിടും. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ ഇന്നും നാളെയുമായി ന്യൂസ് 18 ചാനലിലൂടെ പുറത്തുവിടുക. 21 സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സമാഹരിച്ചാണ് സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒപ്പീനിയൻ പോളാണ് ന്യൂസ് 18-ന്റേത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലം ഇന്നറിയാം. നാളെ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളുടെയും മൊത്തത്തിലുമുള്ള ഫലമായിരിക്കും പുറത്തുവിടുക. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. 5 ലക്ഷം രൂപയുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ക്ലബിനെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മികച്ച വിജയം വീണ്ടും നേടാൻ കഴിയുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് നിലപാട് അറിയിക്കും. സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനായി കേരളത്തിന് ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ഇന്നലെ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ നൽകുന്ന സംഖ്യ അടുത്ത കൊല്ലത്തെ തുകയിൽ നിന്ന് കുറയ്ക്കാമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിരുന്നു. ഇതോടെ ഏപ്രിൽ 1-ന് 5000 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. KPCC ഭാരവാഹികളുടെയും DCC അധ്യക്ഷന്മാരുടെയും അടിയന്തര യോഗം ഇന്ന് ഇന്ദിരാഭവനിൽ ചേരും. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. KPCC അധ്യക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാൽ പകരം ചുമതല MM ഹസന് യോഗത്തിൽ വെച്ച് കൈമാറും. പത്മജ വേണുഗോപാൽ പാർട്ടി വിടാനിടയായ സാഹചര്യവും യോഗത്തിൽ ചർച്ചയായേക്കും. 12 മണിക്ക് KPCC തിരികെ എത്തുമ്പോൾ ഇപ്പോൾ കെയർ റൈസ് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. തത്സമയത്തിലേക്ക്. പക്ഷേ ഈ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതോടെ നമ്മുടെ വിഹിതം കുറയുകയാണ് ചെയ്തത്. 16,25,000 നിന്ന് 14,25,000 മെട്രിക് ടണ്ണായി കുറഞ്ഞു. ഇപ്പോൾ 2 ലക്ഷം ടണ്ണിൻ്റെ കുറവ് സംസ്ഥാനത്തിന് സംഭവിച്ചു. അപ്പോൾ ഈ ഇത് നമ്മുടെ 14,25,000 മെട്രിക് ടണ്ണിൽ 10,26,000 മെട്രിക് ടൺ മുൻഗണനാ വിഭാഗത്തിലാണ് അനുവദിക്കുന്നത്. ആ മുൻഗണനാ വിഭാഗം കേരളത്തിൽ 43% വരും. അതിനു പുറമെ സംസ്ഥാനത്തിനുള്ള ഒരു മാസത്തെ അരിയുടെ ടൈഡ് ഓവർ വിഹിതം അത് 33,294 മെട്രിക് ടണ്ണാണ്. ഈ 33,294 മെട്രിക് ടണ്ണാണ് 57% വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് നൽകേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ തോതിൽ പോലും അരി നൽകുന്നതിന് പര്യാപ്തമല്ല ഈ 33,294 മെട്രിക് ടണ്ണാണ്.
ഈ പ്രതിമാസ സീലിംഗ് 33,294 മെട്രിക് ടൺ എന്ന ആ സീലിംഗ് നമ്മുടെ നാട്ടിൽ പ്രത്യേക ഉത്സവങ്ങൾ, ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ കാർഡ് ഉടമകൾക്ക് കൂടുതൽ അരി നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ അരി നൽകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുകയാണ്. ഈ സീലിംഗ് ഉണ്ട്, 33,294 മെട്രിക് ടണ്ണേ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇത്തരമൊരു സാഹചര്യം വന്നപ്പോഴാണ് അത് മറികടക്കാൻ സംസ്ഥാനം മറ്റൊരു വഴി നേരത്തെ സ്വീകരിച്ചിരുന്നു. അത് FCI വഴി നടത്തുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് സപ്ലൈകോ 29 രൂപ നിരക്കിൽ അരി വാങ്ങുമായിരുന്നു. ആ അരിയാണ് 23-24 രൂപ നിരക്കിൽ നേരത്തെ വിതരണം ചെയ്തിരുന്നു. അത് സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തുന്നതിന് വലിയ തോതിൽ സഹായകമായ ഒന്നായിരുന്നു. ഇത് ഫലപ്രദമായ മാർക്കറ്റിലുള്ള ഇടപെടലായിട്ടാണ് വന്നത്. ഇപ്പോൾ അതും തടഞ്ഞിരിക്കുക. കേന്ദ്ര സർക്കാർ ആ മാർക്കറ്റ് ഇടപെടൽ പോലും തടയാനാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ OMS സ്കീം അനുസരിച്ചുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധനകൾ കേന്ദ്ര സർക്കാർ വച്ചിരിക്കുകയാണ്. ഇത് ഒരു ഫെഡറൽ സമ്പ്രദായം അംഗീകരിച്ച രാജ്യത്തിന് തീർത്തും യോജ്യമല്ലാത്ത നടപടിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് തങ്ങൾ തോന്നിയത് ചെയ്യും എന്ന ഒരു മനോഭാവമുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ ഫെഡറൽ രീതികളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയ്ക്ക് നിരക്കാത്ത നടപടികൾ എല്ലാ മേഖലയിലും സ്വീകരിച്ചു പോവുകയാണ്. നമ്മൾ സപ്ലൈകോ മുഖേന 24 രൂപ നിരക്കിലും കേരളത്തിലെ റേഷൻ കടകളിൽ 10 രൂപ 90 പൈസ നിരക്കിലും നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. KRS വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6010 രൂപ, പവന് 48,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5010 രൂപ, പവന് 40,080 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോഗ്രാമിന് 79,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമായ കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രതിപക്ഷ നേതാവ്
നേതാവിന്റെയും നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു.